ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സെഹോൺ വന്ന് ഗാമിനോട് പറയാണ്, ഞാൻ നിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന്. അതും കേട്ട് ഗാമിൻ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പാളും ആ ഇൻസ്പെക്ടറും എല്ലാവരും കൂടെ വരുന്നത്. അവർ നോക്കുമ്പോൾ ഇവൻ്റെ ലീഹോണിനെ തല്ലി ചതച്ചിട്ടേക്കുന്നത്. അങ്ങനെ ഗാമിനെ നേരെ ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയം സെഹോൺ അവനെ കാണാൻ വേണ്ടി വരും. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന്? നീ എൻ്റെ കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവർ നിന്നെയും പിടിച്ചു വെക്കുമെന്ന് ഗാം പറയുമ്പോൾ, അത് പിന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലീഡറെ പിടിച്ചു വെച്ചിരിക്കല്ലേ, അപ്പോൾ കാണാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലീഡർ എന്നൊക്കെ ഇവൻ തന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഗാമിനാണെങ്കിൽ വല്ലാണ്ട് കുളിരി കോരുന്നുണ്ട്. ഇപ്പോൾ സെഹോൺ ആണെങ്കിൽ ട്രെയിനിങ് റൂമിലും ഇപ്പോൾ ക്ലാസ് റൂമിലും ഒക്കെ വെച്ച് തന്നെ സഹായിച്ചതിന് ഇവനോട് താങ്ക്സ് പറയും. ശേഷം ഈ സമയമായിരിക്കും അങ്ങോട്ടേക്ക് പ്രിൻസിപ്പാളും കൂട്ടരും വരുന്നത്. അവരെ കാണുന്നതും സെഹോൺ അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ഇവൻ ഇറങ്ങി നേരെ വരാന്തയിലൂടെ വരുമ്പോൾ എല്ലാവരും ഇവനെ കണ്ട് പേടിച്ചെന്ന രീതിയിൽ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ സെഹോൺ നോക്കുമ്പോഴാണ് ഇവർ തന്നെ കണ്ടല്ല പേടിച്ചത്, തൻ്റെ പിറകിൽ വരുന്ന ആ 3 എണ്ണത്തിനെ കണ്ടാണ് പേടിച്ചത് എന്ന് മനസ്സിലാവുന്നത്. ആ 3 എണ്ണവും ഈ പീഹാൻ്റെ ടീമാണ്. അവർ നേരെ ലീഹോണിനെ പൊക്കിക്കൊണ്ട് പീഹാൻ്റെ അടുത്തേക്ക് വരും. ഈ സംഭവം മറ്റൊരു റൂഫ് ടോപ്പിൽ ഇരുന്ന് പാർക്ക് കാണുന്നുണ്ട്. ശേഷം ഇവിടെ പ്രിൻസിപ്പാളാണെങ്കിൽ ഇൻസ്പെക്ടറോട്, ഇങ്ങനെയുള്ള തല്ലിപ്പൊളി സ്റ്റുഡൻസ് എല്ലാ സ്കൂളിലും ഉണ്ടാവും, ഞാൻ എന്തായാലും വയലൻസ് കമ്മിറ്റിയെ വിളിച്ച് ചേർത്തോളാം, ഇവനെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടോളാം എന്ന് പറയും. എന്നിതും കേട്ട് മിസ് ലീക്കാണെങ്കിൽ കയ്യും കെട്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സത്യത്തിൽ ഈ സ്കൂളിൻ്റെ ഭാഗത്തും തെറ്റില്ലേ? 600 സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻസ്പെക്ടറിനെയാണ്. ഗാമിൻ അങ്ങനെ ചെയ്യാൻ കാരണം ഗാമിന് ഒരു വഴിയും ഇല്ലാഞ്ഞതുകൊണ്ടാണ്. അവനെയാണ് അവർ ആദ്യം ബുള്ളി ചെയ്തത്. വയലൻസിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവിടെ ഞാൻ ഇത്രയും ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ കുട്ടികൾക്ക് വയലൻസ് അല്ലാതെ മറ്റൊരു കാര്യം അറിയോ എന്നെനിക്ക് ഡൗട്ടാണ്. ഇത് കേട്ട് ദേഷ്യത്തിൽ തിളച്ചു നിൽക്കുകയാണ് പ്രിൻസിപ്പാൾ. ഈ സമയം ആ ഇൻസ്പെക്ടർ പറയും, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മിസ്സിനെ എവിടെ വെച്ച് കണ്ടതെന്ന്. ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ലിഹാൻ നീയല്ലേ? നിനക്കൊരു മാറ്റവുമില്ല, ഇവൾ ടോപ്പ് സ്കോററായിരുന്നു എന്ന് കേട്ട ഗാമിനും പ്രിൻസിപ്പാളും ഒന്ന് ഷോക്കാവും. ഇവളായിരുന്നു ടോപ്പ് സ്കോറർ, പക്ഷേ സർട്ടിഫിക്കേഷന് വേണ്ടി ഇവൾ രജിസ്റ്റർ ചെയ്തില്ല. അങ്ങനെ ആ സർട്ടിഫിക്കേഷൻ ക്യാൻസലായിപ്പോയി. അപ്പോൾ കേൾക്കട്ടെ ലീ, നീ എങ്ങനെയാ ഈ സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? ലീ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പറയും, ഞാനൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവുക. സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് സത്യത്തിൽ ഗാമിൻ്റെ ഐഡിയ ആണ്. അവൻ്റെ കൂടെ നിന്ന് ഞാനും അതിനുവേണ്ടി പ്രയത്നിക്കും എന്ന് പറയും. സാറ് ഈ പൊട്ടത്തരമൊന്നും കേട്ടിരിക്കണ്ട എന്ന് പറയുന്ന പ്രിൻസിപ്പാളിനോട്, സ്റ്റഡി ഗ്രൂപ്പ് ഒരു നല്ല ഐഡിയ ആണ്, അതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുവാണ് ആ ഇൻസ്പെക്ടർ. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് പ്രിൻസിപ്പാളിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, സ്റ്റഡി ഗ്രൂപ്പ് എങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ്, എന്തായാലും ഗുഡ് ലക്ക്, നന്നായിട്ട് ചെയ്യാൻ നോക്ക്. എന്നാൽ ആ സ്റ്റഡി ഗ്രൂപ്പ് ക്യാൻസൽ ആകുന്ന നിമിഷം നിന്റെ കോൺട്രാക്റ്റും ടെർമിനേറ്റഡ് ആകും. എന്നാലും ഈ സ്കൂളിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഇവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് തോന്നിയത് എന്ന് പ്രിൻസിപ്പാൾ ലീയോട് ചോദിക്കുന്നത് കേൾക്കാം. അപ്പോൾ ലീ വന്ന് ഗാമിനോടും സിയോണിനോടും പറയും, 2 വീക്ക് കൊണ്ട് 5 സ്റ്റുഡൻസിനെ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടിയാൽ മാത്രമേ പ്രിൻസിപ്പൽ ഇതിനെ അപ്രൂവ് ചെയ്യൂ. എന്നാൽ അതോർത്ത് പേടിച്ച് നിങ്ങൾ ഇതിനെ വിട്ടുകളയരുത്. നമ്മളെ വിശ്വസിക്കാതിരുന്നത് തെറ്റായിപ്പോയിരുന്നു എന്ന് നമുക്ക് പ്രിൻസിപ്പളിനെ ബോധ്യപ്പെടുത്തണം. ബാക്കി മെമ്പേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് ഗാമിനും ഉറപ്പ് നൽകും. ശേഷം അവർ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെക്കും. ഇത് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഗാമിന് പ്രാന്താണെന്നും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോസ്റ്ററിന് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിനെ കണ്ട് ഗാമിനാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു 10-15 പേരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമെന്നാ. അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നവരെ എടുക്കണോ അതോ കൂടുതൽ മാർക്കുള്ളവരെ എടുക്കണോ? ഇത് കേട്ട് ആദ്യം നീ സ്കൂളിൽ നിന്ന് പോവാണ്ട് നോക്ക് എന്ന് പറഞ്ഞു പോവുകയാണ് സെയ്ഹോൺ. ശേഷം പോസ്റ്റർ ഒട്ടിച്ച് ഏതാണ്ട് ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞു. ആരും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഈ സമയത്താണ് ഒരുത്തൻ, നീയാണോടാ ഗാമിൻ, ഞാനൊരു റൂമർ കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഡോറും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വന്നവനല്ല. 10ാം ക്ലാസ്സിലെ 3ാമത്തെ റാങ്കിൽ ഫൈറ്റ് ചെയ്യുന്നവനാണ് ഇവൻ. ഗാമിൻ ലീഹോണിനെ അടക്കം കുറേ പേര് അടിച്ച് പഞ്ചറാക്കി നിൽക്കുകയാണ് എന്ന കാര്യം ആ സ്കൂൾ മൊത്തം പരന്നിരിക്കുകയാണ്. ഇത് കേട്ട് അവൻ അത്ര വലിയ ആളാണെങ്കിലും എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ഗാമിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഗാമിൻ ഓർക്കും, ഇവൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്നാണെന്ന്.
ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എടുക്കാം എന്ന് പറഞ്ഞ് ഗ്യാമിൻ തിരിയുന്ന സമയം അവൻ അടിക്കാനായിട്ട് നോക്കൂ. എന്നാൽ എത്ര തന്നെ നോക്കിയിട്ടും ഒരടി പോലും ഗ്യാമിന് കൊള്ളുന്നില്ല. എത്ര കിടന്ന് ശ്രമിച്ചിട്ടും അവന് പ്രശ്നം പറ്റുക എന്നല്ലാതെ ഗ്യാമിനൊരു കുഴപ്പമില്ല. അവസാനം ലോക്കറിൻ്റെ ഡോർ അടക്കുന്ന ശക്തിയിൽ അവൻ നിലത്ത് കിടക്കുകയാണ്. ഒന്നും അറിയാതെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് ഗ്യാമിൻ നോക്കുമ്പോൾ ദേ മൂക്കിൽ നിന്ന് ചോരയും വന്ന് ഇവൻ നിലത്ത് കിടക്കുന്നു. ഇവൻ ഓടിച്ചെന്ന് ഇവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് വിചാരിക്കുന്നത് ബോധം പോയിട്ടും അവനെ ഗ്യാമിൻ തല്ലിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ കണ്ട സംഭവങ്ങളെല്ലാം ഈ സ്റ്റുഡൻസ് സ്കൂളിൽ മൊത്തം പാട്ടാക്കും. അതായത് ഗ്യാമിൻ ഒരു ഫൈറ്ററാണ് എന്ന മട്ടിൽ. ഇനിയും നമ്മൾ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള കണ്ണുകളെ നമുക്ക് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുവാണ് ഗ്യാമിൻ. ശേഷം ഇവിടെ ക്യാൻറ്റീനിലാണെങ്കിൽ എല്ലാവരും കൂടെ ഗ്യാമിൻ്റെ വീരചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഠിക്കാൻ ആഗ്രഹമുള്ള കണ്ണിനെയും തപ്പി ഗ്യാമിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്യാമിനെ കണ്ടതും എല്ലാവരും കൂടെ പേടിച്ച് തലയും താഴ്ത്തിയിരിക്കുകയാണ്. എടാ, അവനിപ്പോൾ ഏതോ ഒരു സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പിന്നാലെയാ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കാതിരുന്നാൽ അവൻ എന്തായാലും പിടിച്ച് നല്ല ഇടിയിടിക്കും. തല താഴ്ത്തിയിരിക്കടാ എന്ന് പറയും. ഈ സമയമായിരിക്കും ഗ്യാമിൻ അവിടെ ഇരിക്കുന്ന ഒരു മഞ്ഞ ടീഷർട്ടിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കണ്ണിലോട്ട് നോക്കുന്നത്. അവനാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി പഠിക്കാൻ ത്വരയില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഗ്യാമിൻ അങ്ങ് പോകും. തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള ആരെയും നിനക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് സിയോണും ഗ്യാമിനും കൂടെ വരുമ്പോഴായിരിക്കും ഇവരുടെ ഓപ്പോസിറ്റ് ആ പാർക്ക് വരുന്നത്. അത് ആരാണെന്ന് ഗ്യാമിൻ ചോദിക്കുമ്പോൾ അവൻ്റെ പേര് പാർക്ക്. ഞങ്ങൾ മിഡിൽ സ്കൂൾ ഒരുമിച്ചായിരുന്നു. പഠിച്ചിരുന്ന 7ാം ക്ലാസ്സിൽ വെച്ച് അവൻ ഡ്രോപ്പ് ചെയ്ത് അമേരിക്കയിലോട്ട് പോയി. ഇത് കേൾക്കുന്ന ഗ്യാമിനാണെങ്കിൽ അപ്പോൾ അവൻ അമേരിക്കയിലാണോ പഠിച്ചത് എന്ന് ചോദിച്ച് പാർക്കിൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ എടാ അവൻ്റെ അടുത്തേക്ക് ഓടല്ലേ എന്ന് ഈ സിയോൺ വിളിച്ചു പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ ഗ്യാമിനാണെങ്കിൽ ഇപ്പോൾ നേരെ പാർക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നീ US-ലാണ് പഠിച്ചതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയുമായിരിക്കുമല്ലോ. ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന പാർക്കാണെങ്കിൽ നിന്നെ കണ്ടിട്ട് നല്ല കോൺഫിഡൻ്റ് ആണെന്ന് തോന്നുന്നല്ലോ. അല്ലെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ആളുകൾ പ്രശ്നത്തിലാകുമോ അല്ലയോ എന്നൊന്നും നീ ഒട്ടും വകവെക്കാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണവൻ. ക്ലാസ്സിൽ കിടന്ന ലീഹോണായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഈ പാർക്ക് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീഹോൺ സ്കൂളിലേക്ക് വന്നിട്ടില്ല. ക്ലാസ് ടീച്ചർ കൂടെ ആയതുകൊണ്ട് തന്നെ മിസ് ലീ അവനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അഡ്രസ്സ് തപ്പി വീട്ടിലേക്ക് വരെ ചെന്ന് നോക്കും. എന്നാൽ അവിടെയും അവനെ കാണാൻ കഴിയില്ല. ശേഷം ഗ്യാമിനാണെങ്കിൽ മെമ്പേഴ്സിനെ കിട്ടാണ്ട് വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സേഹോൺ ആണെങ്കിൽ നിനക്ക് പഠിക്കണമെന്നെന്താ ഇത്ര വലിയ ആഗ്രഹം? നിനക്ക് സ്പോർട്സ് ഒന്ന് നോക്കിക്കൂടെ? അതിലാണ് നിന്റെ കഴിവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തനിക്ക് പഠനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയാണ് അവൻ. ഈ സമയത്താണ് ലീ അങ്ങോട്ടേക്ക് വരുന്നത്. മെമ്പേഴ്സിനെ കിട്ടാണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന 2 ആളെയും കാണും ലീ. അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് കുറേ പുസ്തകങ്ങളൊക്കെ ലീ 2 പേർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ബുക്ക് സ്റ്റാളിലുള്ള പകുതി പുസ്തകവും ഓൾറെഡി ഗ്യാമിൻ്റെ അടുത്തുള്ളതാണ്. അവൻ അവിടെ നിന്ന് പലതരത്തിലുള്ള പേനകൾ വാങ്ങും. പിന്നെ ആരും കാണാതെ ഒരു പുസ്തകം എടുത്ത് പഠിക്കുന്നതും കാണാം. അങ്ങനെ ഒരു ഐസ്ക്രീമും കഴിച്ചവർ 3 പേരും ഇരിക്കുന്ന സമയം സേഹോൺ മിസ്സിനോട് ടോപ്പ് സ്കോർ എല്ലാം വാങ്ങിയിട്ടും മിസ് എന്തിനാ ഈ സ്കൂളിലോട്ട് വന്ന്? വേറെ നല്ല സ്കൂൾ കിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അതിടക്ക് വെച്ച് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ഗ്യാമിൻ വളരെ രഹസ്യമായി ആരെയും കാണാതെ വാങ്ങിയ പുസ്തകം അറിയാതെ ലീയുടെ കവറിലായി പോകുന്നത്. അവൾ അത് പറയാൻ വേണ്ടി ഗ്യാമിനെ കോൾ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇവളുടെ ഫ്ലാറ്റിലെ ഡോർ ആരോ ഓൾറെഡി തുറന്നു വെച്ചിരിക്കുന്നതായി കാണുന്നത്. ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന കാര്യം ഇവർക്ക് മനസ്സിലാവും. ഡോറ് തുറന്നു നോക്കുമ്പോൾ അത് ലീഹോൺ ആയിരിക്കും. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, അതിനു വേണ്ടി വന്നതാ. മിസ് തന്നെയല്ലേ സ്റ്റഡി ഗ്രൂപ്പിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ പറഞ്ഞേ? അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വിസിറ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്. പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അപ്പം മിസ് സ്കൂളിലേക്ക് വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേ ടാർഗറ്റ് ആകാൻ മാത്രം ഞാൻ എന്താ ചെയ്തു കൂട്ടിയേ? ഇത് കേട്ട് ടാർഗറ്റോ? ആരുടെ എന്ന് ചോദിക്കുന്ന ലീയോട് ഞാൻ പീഹാനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ നിന്നെ പഠിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ലീഹോൺ. ഈ സമയത്താണ് തൻ്റെ ഫോണിൽ ലീയുടെ മിസ് കോൾ കണ്ട് ഗ്യാമിൻ അവളെ തിരിച്ചു വിളിക്കുന്നത്. എന്നാൽ കോൾ എടുക്കുന്നതിന് മുമ്പേ ലീഹോൺ അത് തട്ടിത്തെറിപ്പിച്ച് കളയും. ഒരു കമ്പി എടുത്ത് ഇവളെ അടിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് ഓഫ് ആകുന്നു. ഏതോ ഒരുത്തൻ എല്ലാത്തിനെയും അടിച്ചിട്ട് ലീയെയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടും. ഓടി വന്ന് ലിഫ്റ്റിൽ കയറുമ്പോഴാണ് തന്നെ രക്ഷിച്ചത് പാർക്കാണെന്ന് ലീക്ക് മനസ്സിലാവുന്നത്. ഇന്ന് രാവിലെ വേസ്റ്റ് ബിൻ മാറ്റുന്നതിനിടയ്ക്ക് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
നീ എങ്ങനെ ഇവിടെ വന്ന് എന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട്. ഇവൻ നേരെ ഇവളുടെ കൈയും പിടിച്ചോടി താഴെ പാർക്കിങ്ങിൽ പോയി ഒളിച്ചിരിക്കും. അവിടെ ഇവരെ തപ്പി നടക്കുകയാണ് ലീഹോണും ഗ്യാങ്ങും. അവരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഇവരെ ലീഹോണിൻ്റെ കൂടെയുള്ള ഒരുത്തൻ കൈയോടെ പൊക്കുന്നു. കുട്ടികളെ, നിങ്ങൾ ആദ്യം ഒന്ന് ശാന്തമാകും, നമുക്കെല്ലാം സംസാരിച്ച് സോൾവ് ആക്കാം എന്ന് പറഞ്ഞ് ഇവൾ ചെല്ലുമ്പോൾ ലീഹോണിൻ്റെ കൂടെയുള്ള ഒരുത്തൻ ഇവളെ അടിച്ച് താഴെ ഇടുകയാണ്. ഇതൂടെ കാണുമ്പോൾ പാർക്ക് വെറുതെ ഇരിക്കില്ല. ഗാമിനാണെങ്കിൽ ലീ എന്തിനാ കോൾ ചെയ്തത് എന്നറിയാതെ അവളെയും കോൾ ചെയ്ത് അവളുടെ ഫ്ലാറ്റിൻ്റെ പരിസരത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് ലീഹോണിൻ്റെ കൂടെയുള്ള ക്ലാസ്സിലെ കുറച്ച് ചെറുക്കന്മാർ ബൈക്കിൽ ലീയുടെ ഫ്ലാറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ഗാമിൻ കാണുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാവരെയും അടിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക്. എന്നാൽ പാർക്കിൻ്റെ വയറിനെ നോക്കി കിട്ടുന്ന ഒരു ഇടിയിൽ അവൻ ആകെ പതറിപ്പോവുകയാണ്. ഇപ്പോഴാണ് ലീഹോണിന് ഇവനെ ഓർമ്മ വരുന്നത്. എനിക്ക് ഈ നാറിയ ഓർമ്മ വന്നു. നീ സെക് മിഡിൽ സ്കൂളിൽ പഠിച്ച പാർക്കല്ലേ, നിനക്കിവനെ അറിയോ എന്ന് കൂടെയുള്ള ഒരുത്തൻ ചോദിക്കുമ്പോൾ നിനക്കും ഇവനെ അറിയാം, ഇവൻ മൊത്തം ന്യൂസിലും ഉണ്ടായിരുന്നു, നീ ഒരു റാൻഡം മേർഡർ കേസ് കേട്ടിട്ടില്ലേ, അന്ന് അവന് വയറിലൊരു കുത്തേറ്റിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാം കൂടെ അവരെ അടിച്ച് ശരിയാക്കിയാണ്. ഈ സമയം നോക്കി ലീഹോൺ ലീയുടെ അടുത്തേക്ക് വരും. അവളുടെ അടുത്തേക്ക് പോകുന്നതും പെട്ടെന്ന് അവനെ ആരോ ബാക്കിൽ നിന്ന് വലിക്കുകയാണ്. അത് ഗാമിനായിരുന്നു. ഇവനെ കണ്ടതും ലീഹോണിൻ്റെ കൂടെയുള്ള പകുതിയും പേടിച്ചോടും. ബാക്കിയുള്ളവന്മാരെയും വളരെ ബുദ്ധിപരമായി ഗാമിൻ നേരിടുന്നുണ്ട്. ശേഷം ഗാമിൻ്റെ റൂമിൽ അമ്മ വന്നു നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. ഈ സമയത്താണ് മേശയിലായിട്ട് അവൻ്റെ ഒരു ടൈം ടേബിൾ കാണുന്നത്. അതിൽ ഈ ടൈം അവൻ്റെ ട്രെയിനിങ് ടൈം ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ട്രെയിനിങ് ആണ് ഗാമിൻ ഇപ്പോൾ ഇവരുടെ മേലെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അടിച്ചിട്ട് ലീയുടെ അടുത്തേക്ക് വരുന്ന ഗാമിനെ പിറകിൽ നിന്ന് കുത്താൻ വേണ്ടി പോവുകയാണ് ലീഹോൺ. എന്നാൽ കറക്റ്റ് സമയത്ത് പാർക്ക് വന്നതിനെ തടഞ്ഞ്, നിനക്കിപ്പോൾ ആ കേസിനെ കുറിച്ച് അറിയാവുന്ന സ്ഥിതിക്ക് നിന്നെ വെറുതെ അങ്ങ് വിടാൻ പാടില്ല എന്നോർത്ത് നീ പീഹാൻ്റെ ടീമിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കാൻ വഴിയുണ്ടാകും. ഈ കമ്പി കൊണ്ടല്ലേ നീ ടീച്ചർ ലീയുടെ വാതിൽ കുത്തി തുറന്ന്, ഇതുകൊണ്ട് ഞാൻ നിന്റെ വാ കുത്തി കീറോ എന്ന് പറഞ്ഞ് ആ കമ്പിയും കൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അത് ഗാം വന്ന് സ്റ്റോപ്പ് ചെയ്യും. വേണ്ട, മതിയാക്ക് എന്ന് പറയുന്ന ഗാമിനോട്, ഞാൻ എങ്ങനെ മതിയാക്കാനാണ്, എൻ്റെ അമ്മയാണ് മരിച്ചത്, ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന സമയം ലീഹോൺ ഇവരെയും തള്ളി മാറ്റി അവിടുന്ന് ഓടുകയാണ്. പാർക്ക് ഇപ്പോൾ ലീയോട് പറയും, മിസ്സിന് അവന്മാരോട് എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോ, നീതിപരമായ പണിഷ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കരുത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അതിനിടയിൽ ഗാമിനോടായിട്ട്, നിനക്ക് ഞാൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമല്ലേ, കണ്ണ് തുറന്ന് നോക്കടാ, ഇത് യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആണെന്നും പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം ലീ അവൻ്റെ മറന്നുവെച്ച പുസ്തകം അവന് തിരിച്ചെടുത്തു കൊടുക്കും. മിസ്സിന് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. ആ പുസ്തകം എന്ന് പറയുന്നത് ബ്രൂസ് ലീയുടെ ഒരു പുസ്തകമായിരുന്നു. ഗാമിൻ്റെ മുന്നിൽ കുഴപ്പമില്ലാത്തതുപോലെ അഭിനയിച്ചെങ്കിലും ലീ വല്ലാണ്ട് പേടിച്ചു പോയിരുന്നു. അവൾ പോലീസിൻ്റെ നമ്പറൊക്കെ ഡയൽ ചെയ്യുന്നത് കാണാം. ഈ സമയം ആരോ വന്ന് ഡോർബെൽ അടിക്കും. അവൾ അകത്തുനിന്ന് ക്യാമറ വഴി നോക്കുമ്പോൾ അത് ലീഹോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. ഇവളിപ്പോൾ പതിയെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കുകയാണ്. മിസ്, ഈ ഒരു തവണ മാത്രം എന്നോട് ക്ഷമിക്ക്, പീഹാനാണ് ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ, ശരി, പക്ഷേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണം. ശേഷം ഇപ്പോഴും മെമ്പേഴ്സ് ആരും തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ വന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഗാമി. പ്രിൻസിപ്പൽ പറഞ്ഞ ഡേയ്സ് കഴിയാനുമായി. ഈ സമയം ഗാമിൻ്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊന്ന് ഷോക്കാവുന്നതും കാണാം. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ക്ലാസ് റൂമിൻ്റെ പരിസരത്തോട്ട് പോവുകയാണ്. ഈ ക്ലാസ് തന്നെയല്ലേ, ഉറപ്പല്ലേ, ആദ്യം നീ ചെന്ന് നോക്കുമോ എന്ന് സീഹോണിനോട് ചോദിക്കുമ്പോൾ, നീ തന്നെ ചെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവൻ, എടാ എന്തായിരുന്നടാ പേര് എന്ന് ചോദിക്കും. ജീവു എന്ന് പറഞ്ഞ് ആ ക്ലാസ്സിലോട്ട് ഗാമിനെ തള്ളിവിടുകയാണ് സീഹോൺ. എന്നാൽ ക്ലാസ്സിൽ കയറി ചെല്ലുന്ന അവൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോകും. കാരണം ആ ക്ലാസ് റൂമിൽ മൊത്തം ഗേൾസ് ആയിരുന്നു. അങ്ങനെ അതും കണ്ട് പകച്ചു നിൽക്കുന്ന ഗാമിനെയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.